കൊൽക്കത്തയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനം. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളുമുണ്ട്. പീഡനത്തിന് ദൃശ്യങ്ങൾ പകർത്തിയെന്നും പോലീസിൽ പരാതി നൽകിയാൽ ഇത് പുറത്തുവിടുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, കഴിഞ്ഞ വർഷം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിക്കുണ്ടായ ഏറ്റവും മോശമായ അനുഭവം അത് നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിനു മുൻപാണ് മറ്റൊരു വാർത്ത കൂടി വരുന്നത്. എന്താണ് സംഭവം? വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ഏതാണ്ട് 10 മാസം പിന്നിടുന്നതേയുള്ളൂ. അതിനിടയിലാണ് കൊൽക്കത്തയിലെ തന്നെ മറ്റൊരു കോളേജിലും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിയമ വിദ്യാർത്ഥിനിയാണ് അതിക്രൂരമായിട്ടുള്ള കൂട്ട ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിനി തന്നെ കസബ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേർ ആ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളും ഒരാൾ മുൻ വിദ്യാർത്ഥിയും. ഇവർക്ക് TMCയുടെ യൂത്ത് വിങ്ങുമൊക്കെയായി ബന്ധമുണ്ട്, വിദ്യാർത്ഥി സംഘടനയുമൊക്കെയായി ബന്ധമുണ്ടെന്നൊക്കെ BJP ഇന്നലെ ആരോപിച്ചിട്ടുമുണ്ടായിരുന്നു. അതിശക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ വിമർശനങ്ങളിലേക്കടക്കം ആ സംഭവം മറുതലങ്ങളിലേക്ക് എത്തുന്നുമുണ്ട്. പക്ഷെ അതേസമയം പോലീസ് പറയുന്നത് ഈ വിദ്യാർത്ഥി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് തന്നെയാണ് ഇരയായിരിക്കുന്നതെന്നാണ്. ഇവരുടെ ഈ ഇരയുടെ മെഡിക്കൽ പരിശോധനയൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഈ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായത് അതിക്രൂരമായിട്ടുള്ള പീഡനമെന്നാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളുമുണ്ട്. ഒപ്പം തന്നെ കഴുത്തിനു ചുറ്റും ഈ ആക്രമണത്തിന്റെ പാടുകളുണ്ട് എന്നും പറയുന്നുണ്ട്. മെഡിക്കൽ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം പരീക്ഷയ്ക്കായി ഈ ഫോം പൂരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാർത്ഥിനി ഈ കോളേജിലേക്ക് എത്തിയത്. തുടർന്ന് യൂണിയൻ റൂമിൽ തുടരാൻ ഈ പ്രതികളിൽ ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് 3 പേർ ആ യൂണിയൻ റൂമിലേക്ക് എത്തുകയും ഒപ്പം തന്നെ അതിലുണ്ടായ ഈ പ്രധാന പ്രതി ആ വിദ്യാർത്ഥിനിയോട് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ താൻ മറ്റൊരു ബന്ധത്തിലാണെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നും ആ വാഗ്ദാനം ആ യുവതി പെൺകുട്ടി നിരസിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലേക്കുള്ള അതിക്രൂരമായിട്ടുള്ളൊരു പീഡനം നടക്കുന്നത്. ഈ 2 പ്രതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രധാന പ്രതി ഈ വിദ്യാർത്ഥിനി അതിക്രൂരമായി പീഡിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒപ്പമുള്ള മറ്റു പ്രതികൾ ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പീഡനത്തിനിടയിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി, തന്നെ എത്രയും വേഗം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ ആ പെൺകുട്ടിയുടെ ഒരു ആവശ്യം പോലും പരിഗണിക്കാതെ വീണ്ടും ഈ പീഡനം തുടർന്നുവെന്നും ആ പെൺകുട്ടി പോലീസിൽ നൽകിയ പരാതിയിൽ ആരോഗ്യനില വിനീത, ഒപ്പം പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാർത്ഥിനി അനുജ, ഇതിൽ 3 പേരെ പോലീസ് പിടികൂടിയിരുന്നു. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്നലെ ഇവരെ 3 പേരെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി 4 ദിവസത്തേക്ക് ഈ 3 പ്രതികളെയും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടിരിക്കുകയാണ്. ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ഇന്നലെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് 4 ദിവസത്തേക്ക് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത്. ഈ പ്രതികളിൽ 2 പേർ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയാണ്, ഒപ്പം ഒരാൾ മുൻ വിദ്യാർത്ഥിയുമാണ്. ഇവർക്കെതിരെ കൂടുതൽ തെളിവുകളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം പരിശോധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ, ഈ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ, ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് സഹായങ്ങൾ നൽകിയവരുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ വനിതാ കമ്മീഷനും കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇരയായ പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സഹായവും ഒപ്പം തന്നെ മാനസിക പിന്തുണയും ഉറപ്പു നൽകണമെന്നായിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് 3 ദിവസത്തിനകം പോലീസ് നൽകണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സഹായവും നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ കസബ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയും. കൊൽക്കത്തയിൽ നിന്നാണ് വീണ്ടും ഹൃദയഭേദകമായ വാർത്ത വരുന്നത്. കൂട്ടബലാത്സംഗത്തിന് ഒരു വിദ്യാർത്ഥിനി ഇരയായി. നിയമ വിദ്യാർത്ഥിനിയാണ്. അതിക്രൂര പീഡനമാണ് ആ വിദ്യാർത്ഥിനി നേരിട്ടത്. ഒട്ടേറെ പാടുകളും മുറിവുകളുമുണ്ട്. ഒപ്പം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം നടന്നിട്ടുണ്ട്. 3 പേർ പോലീസ് പിടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.